ശരത് ദിയാകൃഷ്ണയാണ് സംസാരിക്കേണ്ടുന്ന അടുത്ത വിഷയം. കാരണം ദിയാകൃഷ്ണ നൽകിയ പരാതിയിന്മേൽ പോലീസ് അന്വേഷണങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടത്തുന്നു. ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുമെന്നുള്ള ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ വരുന്നുണ്ട്. മാത്രമല്ല ശരത്, നമ്മൾ ഇന്നലെ സംസാരിച്ചതിന്റെ ഒരു എക്സ്റ്റൻഷൻ കൂടി ഇന്ന് സംഭവിച്ചിരിക്കുന്നു. അതായത് ദിയാകൃഷ്ണ വിഷയത്തിൽ ഒരുപക്ഷേ പോലീസിനേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ നീതി ദിയയ്ക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന ആളുകളാണ് മലയാളികൾ. പ്രത്യേകിച്ച് ഞാൻ എല്ലാ മലയാളികളെയും എടുത്തു പറയുന്നില്ല, വാർത്താ മാധ്യമങ്ങളെക്കുറിച്ചുമല്ല പറയുന്നത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ ദിയകൃഷ്ണയുടെ ഫോളോവേഴ്സും ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ദിയേനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കണ്ട എന്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ ജീവനക്കാരികളായ ആളുകൾ ദിയാകൃഷ്ണയോട് ജാതിപരമായ വിവേചനം ദിയാകൃഷ്ണൻ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയല്ല എന്നും ദിയാകൃഷ്ണയുടെ വളകാപ്പ് ചടങ്ങിലെ വ്ലോഗിന്റെ ഭാഗങ്ങൾ എടുത്തിട്ട് ദിയാകൃഷ്ണരെ ചേർത്ത് നിർത്തുന്നതും അവരോട് സംസാരിക്കുന്നതും വളയിടാനായിട്ട് ക്ഷണിക്കുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ദിയാകൃഷ്ണയല്ല കട്ട് ചെയ്തിടുന്നത്. ദിയാകൃഷ്ണയുടെ ആരാധകർ, ഫോളോവേഴ്സ് അല്ലെങ്കിൽ സത്യമറിയാവുന്ന ആളുകളാണ്. അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വരുന്നു. അതിന്റെ മറ്റൊരു എക്സ്റ്റൻഷനിൽ വന്നൊരു കാര്യമായിരുന്നു ദിയാകൃഷ്ണയുടെ ഭർത്താവായ അശ്വിൻ പാതിരാത്രി 1 മണിക്കും 2 മണിക്കും തങ്ങളെ വിളിക്കുമെന്നുള്ള ജീവനക്കാരികളുടെ ഒരാളുടെ മൊഴി കഴിഞ്ഞ ദിവസവും ട്രെൻഡിംഗ് ആയി വന്നിരുന്നു. അതിൽ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, ദിയാകൃഷ്ണ ഹസ്ബൻഡ് രാത്രി വിളിക്കുന്നു, പൂവാലന്മാരെ പോലെയാണ് ഇയാൾ സംസാരിക്കുന്ന, ലൈംഗിക ചൊവ്വയോടുകൂടി രാത്രി ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിന് മറുപടിയായി ദിയാകൃഷ്ണ കമന്റ് ബോക്സിൽ ഇടുന്ന ഒരു കമന്റ് ഉണ്ട്. അതിങ്ങനെയാണ്: ബിരിയാണിയാണ് വീട്ടിലിരിക്കുന്നത്, പുറത്തുപോയി അവൻ മണ്ണ് വാരി തിന്നാറില്ല എന്നാണ് പറയുന്നത്. ഇതിന് ശരത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആളുകളുടെ ഒരു പിന്തുണ, 1,00,000 ആളുകളാണ് ഇതിന് സപ്പോർട്ടുമായി വന്നിരിക്കുന്നത്. അതായത് പൂർണ്ണമായ അർത്ഥത്തിൽ ദിയാകൃഷ്ണ വിഷയത്തിൽ മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ പിറന്നാൾ കൂടിയാണ്. ദിയാകൃഷ്ണയുടെ പോസ്റ്റുകളിലൊക്കെ വളരെ സജീവമായ ആളുകൾ കമന്റ് ഇടുന്നു. കമന്റ് ബോക്സുകളിലെല്ലാം കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ, സിന്ധു, കൃഷ്ണകുമാർ അടക്കം, അഹാന അടക്കം എല്ലാവരും മലയാളികളോട് നന്ദി പറയുന്നൊരു സിറ്റുവേഷനും കൂടെ വന്നിരിക്കുന്നു ശരത്. എന്തായാലും മൊത്തത്തിൽ ജാതിക്കാടർക്ക് ഏറ്റവും രസകരമായ കാര്യം, ജാതിപരമായി മാറ്റി നിർത്തിയെന്ന് പറഞ്ഞ അതേ പെണ്ണുങ്ങൾ തന്നെയാണ് അശ്വിൻ ഞങ്ങളുടെ ലൈംഗിക ചെവയോട് കൂടി സംസാരിച്ചെന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കോൺട്രഡിക്ഷനും കൂടിയുണ്ട്. എന്തായാലും കള്ളി വിളിച്ചതായിരിക്കും എന്നുള്ളതാണ്. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു പാഠമായിട്ട് കണക്കാക്കാം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതുവരെ ഈ ഒരു ദിയാകൃഷ്ണയുടെ സംഭവം നടക്കുന്നത് വരെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ സിനിമാ ലോകത്തു നിന്ന് വരെ കണ്ടതാണ്. ഒരു ആർക്കും ഒരു നടിക്കോ അല്ലെങ്കിൽ ആർക്കോ എന്തെങ്കിലും ഒരു നടനെതിരെ വന്ന് പരാതി, വാക്കാലുള്ള പരാതിയാണ് പലപ്പോഴും. അതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഉണ്ടായിരുന്നു. അതായത് എന്തായിരുന്നു, ഇവർ വാക്കാൽ പറയുന്നു, പക്ഷേ പല നടന്മാരായതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് അവരെ സംശയിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആഴത്തിൽ അന്വേഷിച്ച് പോകുമ്പോഴേ ചിലപ്പോൾ സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു വിഷയം വന്നതോടുകൂടി അതൊക്കെ മാറിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ നടന്മാരെ ഇവിടെ ഇത് കാര്യം പറയില്ല, പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന ഒരു കേരളമല്ല. കേരളം എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകൾ എന്ത് പറയുന്നു അത് കേട്ട് വിശ്വസിക്കുന്ന, എല്ലാവരും പറയുന്നില്ല, ഒരു വിഭാഗം ജനങ്ങൾ അവർ പറയുന്നത് അവിടെ തെറ്റും ശരിയൊന്നുമില്ല. അവിടെ സ്ത്രീ പറയുന്നതാണ് ശരിയെന്ന് മാത്രം ചിന്തിക്കുന്നത്. ഇക്വാലിറ്റിയെക്കുറിച്ച് ഒരു ചർച്ച പോലും അടിസ്ഥാനപരമായിട്ട് നടക്കാതെ ഒരു വാക്കാലുള്ളൊരു പ്രയോഗത്തിലൂടെ മാത്രം മൊത്തം വിശ്വസിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവിടെ നിന്നാണ് ഒരു മാറ്റം. അതായത് വലിയ രീതിയിൽ ഒരു എതിർപ്പ് വരേണ്ട ഒരു ടീം, അതായത് കൃഷ്ണകുമാറും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതി, അദ്ദേഹം മുൻപേ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വച്ചിട്ടാണെങ്കിൽ ഏറ്റവും വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ ആരോപിക്കേണ്ട ഒരു വിഷയം, അവിടെയാണ് കേരള സമൂഹം ഒപ്പം നിന്നത്. അത് വെറുതെ ഒന്നുമല്ല, അവർ കൃത്യമായിട്ട് അതിന്റെ തെളിവുകളെല്ലാം സഹിതം നിരത്തി രംഗത്തെത്തിയപ്പോൾ അത് മലയാളികൾക്ക് കൺവിൻസ് ആയി. മാത്രമല്ല മറ്റൊരു കാര്യമായിരുന്നു, ഇവിടെ കൃഷ്ണകുമാറിനെതിരെ സകല കാര്യങ്ങളും, അതായത് കൃഷ്ണകുമാറിനും ദിയയ്ക്കും എതിരെ എങ്ങനെ പിടിച്ചു നിൽക്കണം, അവരുടെ എല്ലാ കംപ്ലീറ്റും കള്ളി വെളിച്ചത്തായി നിൽക്കുന്നു. അപ്പോൾ ഉപയോഗിക്കുന്ന 2 കാർഡായിരുന്നു, ഒന്ന് ജാതിക്കാർഡ്, അതുപോലെ തന്നെ പുരുഷന്മാരെ എതിരെ അവിടെയുള്ള ആൺതരികൾ അവർ പറയുന്നതനുസരിച്ച് 2 പേരെ ഉണ്ടായുള്ളൂ, കൃഷ്ണകുമാറും അശ്വിനും. അവർക്കെതിരെ വിദഗ്ധമായിട്ട് ആ 2 കാര്യങ്ങളിൽ അവർ നീങ്ങി. വേറെ ഒരു വശത്തും അവർക്ക് ന്യായമില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു. അപ്പോൾ ആകെ ഓപ്ഷൻ ആയിട്ട് ഒന്ന് അശ്വിൻ, ഒന്ന് കൃഷ്ണകുമാർ. അതിനകത്ത് കൃഷ്ണകുമാറിനെതിരെ തന്നെ ആദ്യ നടപടിയായിട്ട് പോയിട്ടുണ്ട്. ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു, ബലമായി പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി കാറിൽ പിടിച്ച് കയറ്റി, അസഭ്യം പറഞ്ഞു, വസ്ത്രം വലിച്ചു നീക്കുന്നൊക്കെ പറയുന്നു. അതേപോലെ അടുത്തൊരു കണ്ണി ഒന്ന് പറയുമ്പോഴത്തെ അശ്വിനാണ്. അശ്വിൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഭാഗം പോലും അല്ല എന്ന് പറയാം. നമ്മൾ ഈ വാർത്തകളിൽ ഒരിക്കൽ പോലും അശ്വിനെ നമ്മൾ അങ്ങനെ വലിച്ചഴച്ചിട്ടില്ല. കാരണം ദിയയുടെ ബിസിനസ്സാണ്, അതിന് ഉപദേശകൻ മാത്രമാണ് അശ്വിൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം മാത്രമല്ല ഒരു പങ്കാളി എന്ന രീതിയിൽ പറയാം. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ ഒരിക്കൽ പോലും അശ്വിന്റെ ഇടപാട്, ഇപ്പം നമുക്ക് അന്ന് സംസാരിച്ചപ്പോൾ പോലും അഹാന സംസാരിക്കുന്നു, കൃഷ്ണകുമാർ സംസാരിക്കുന്നു, ഒരിക്കൽ പോലും അശ്വിൻ തന്റെ കാര്യങ്ങൾ നിലപാട് പറയുന്നതല്ലാണ്ട് ഒരിക്കൽ പോലും ഈ ഒരു വിഷയത്തിൽ ലൈവായിട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലോ ഒന്നും വന്നിട്ടില്ല. അവിടെയും അവർ അശ്വിന്റെ പേര് വലിച്ചിടുന്നു. അശ്വിനെ ഒരുപക്ഷെ പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ
അവിടെ നിന്ന് എന്തെങ്കിലും നമുക്കറിയാം മീഡിയയിൽ അത്ര പരിചിതമല്ലാത്ത ഒരാളായിരിക്കും, അതുവഴിയൊക്കെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കാണും അവർ. പക്ഷേ അവിടെയും ഭാര്യ, അതായത് അവിടെ ശബ്ദമായി അശ്വിന് ശബ്ദമായി വന്നതും ദിയ തന്നെയായിരുന്നു. കൃത്യമായിട്ട് അവിടെ സ്റ്റേറ്റ്മെന്റ് വയ്ക്കുന്നത്, എനിക്ക് എൻ്റെ ഭർത്താവിൽ വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനത്തുള്ള ആരോപണങ്ങൾ വച്ച് കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല എന്നൊരു കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് വെക്കുന്നത്. അത് ഒരുപാട് നമുക്കറിയാം എല്ലാ വിഷയങ്ങൾക്കും സ്ത്രീകൾ ഒരു പുരുഷനെ നേരിടുന്നത് ഇങ്ങനെയായിരിക്കും, അവരുടെ പ്രതികാരം തീർക്കുന്നത് എങ്ങനെയായിരിക്കും. ഒരുപക്ഷെ ഇപ്പം ജാതി വിളിച്ച് അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു, ഒരു ഓഫീസിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഓഫീസിൽ പോലും ഒരു സീനിയറിനോടുള്ള ഒരു കലിപ്പ് തീർക്കുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാർഡുകൾ ഇറക്കിയായിരിക്കും സ്ത്രീകൾ. അപ്പോൾ ഒരുപാട് പേർ ഇതിനെതിരെ ഇരകളായിട്ടുണ്ട്. പക്ഷെ ഈ കാലത്ത് ഇതൊരു പാഠമായെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് ഇത്തരം ലോക്കൽ ഇപ്പൊ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ കൊണ്ട് മാത്രം സ്ത്രീക്കൊരു ഒരാളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവിടെ ന്യായം വേണം. പക്ഷെ അങ്ങനെയുള്ള ഇപ്പൊ നീതി കിട്ടേണ്ടവർക്ക് കൂടി അകലുന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ഈ മൂവർ സംഘം ത്രിമൂർത്തികൾ നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഞാനൊരു സ്ത്രീയാണ്, ഞാനും ഒരു വർക്ക് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സത്യത്തിൽ നമുക്ക് നാണക്കേടാണ് ഇതൊക്കെ, ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇനി ഒരു പൊതുവിൽ തന്നെ ശരത്, സ്ത്രീകളെ ജോലിക്കെടുക്കാൻ ഭയങ്കര പേടിയാണ് ഇങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ സാധ്യതകൾ മുൻനിർത്തി. മറ്റൊന്നാണ് ഈ ഏതെങ്കിലും തരത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് തന്നെ വരുന്ന സമയത്ത് അതെടുത്ത് പ്രയോഗിക്കുമെന്നുള്ള രണ്ട് പേടികൾ ഇപ്പോൾ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ്. സ്ത്രീകൾ സത്യത്തിൽ വർക്ക് സ്പേസിലേക്ക് ചെല്ലുന്ന സമയത്ത് ജെൻഡർ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ എടുത്ത് ആ കാർഡിൽ കളിക്കുക എന്ന് പറയുന്നത് പണിയെടുക്കാൻ പോകുന്ന, ആത്മവിശ്വാസത്തോട് പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന സാധാരണക്കാരായ സ്ത്രീകൾ കൂടി ബുദ്ധിമുട്ടാവുകയാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് സ്പേസിൽ നിൽക്കുന്ന നമ്മളോട് തന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ വളരെ ലൈറ്റായി നമ്മുടെ കൊളീഗ്സ് ചിലപ്പോൾ പറയും, നീയും ഞങ്ങൾക്കെതിരെ ഇനിയെല്ലാം പറയുമോ എന്ന് ചോദിക്കുന്നത് പോലും പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത്, എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന അവളുടെ അടുത്ത് ഒരു സുഹൃത്ത് വളരെ കാഷ്വലായി ഇത് സംസാരിക്കും, നീ ഇനിയിപ്പോൾ എപ്പോഴാ എന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഫോണിൽ സംസാരിച്ചു. നമുക്കൊരു ബാധ്യതയാവുകയാണ്. അതായത് ഈ സമൂഹത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ്, പാട്രിയാർക്കൽ സമൂഹത്തിൽ ഒരുപാട് പരിമിതികളെയും ഹർഡിൽസിനെയും താണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നതും പഠിക്കാൻ പോയി ഇങ്ങനെ ഒരു ജോലി സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതും ഒക്കെ സമൂഹത്തിന് ഒരുപാട് റെസ്ട്രിക്ഷൻസിനെ മാറ്റിയാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിലിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെയൊന്നും ഒരു പ്രശ്നമില്ലാതെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത്, ഒരു ധൈര്യം കിട്ടുന്നത് ഞാൻ ആണായോ പെണ്ണായോ ചിന്തിക്കുന്നുള്ള ഒരു മനുഷ്യനായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കള്ളനാണയങ്ങൾ കൊണ്ടുവരുന്ന കാർഡുകൾ, സ്ത്രീപക്ഷ കാർഡുകളിൽ ജാതി കാർഡുകളൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇനി ഒരാൾ ജെന്യൂനായി തന്നെ ഈ ക്വസ്റ്റ്യൻ റേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് പൊതുസമൂഹം പ്രതികരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അശ്വിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറയേണ്ടുന്ന എൻ്റെ ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഞാനാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്, ദിയെ പോലെ തന്നെ ആയിരിക്കും. എൻ്റെ പങ്കാളിയെക്കുറിച്ചും എനിക്ക് അത്രയും വിശ്വാസമുണ്ട്. എൻ്റെ പാർട്ട്ണറിനെക്കുറിച്ച് മോശമായ ഒരു സ്ത്രീ സംസാരിച്ചാൽ എനിക്ക് അത്രയും അധികം അറിയാവുന്ന, പ്രത്യേകിച്ച് ദിയ കൃഷ്ണ ഗർഭിണി കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ വിളിച്ച് എൻ്റെ ഭർത്താവ് രാത്രിയിൽ സംസാരിക്കുന്നുണ്ട് എന്നൊരു പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിശ്വാസമുള്ള എൻ്റെ പാർട്ട്ണറെ കുറിച്ച് പറഞ്ഞാൽ ഞാനും ഇതുപോലെ തന്നെ മറുപടി പറയുള്ളൂ. അതിനകത്ത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് കുറച്ച് പേർ വന്നിട്ടുണ്ട്. ഞാനിന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ കുറേയധികം ആളുകൾ ദിയ കൃഷ്ണനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പഠിപ്പിക്കുന്ന ആളുണ്ട്, പുകയടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് പറയുന്നത്, നിങ്ങളുടെ ഭാര്യമാർ എങ്ങനെയായിരിക്കും സംസാരിക്കുക, നിങ്ങളോട് അത്ര വിശ്വാസം, നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത്, നിങ്ങൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു സ്വാഭാവികമായ ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണം മാത്രമായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. അല്ലാതെ ദിയയ്ക്ക് അവരോട് ജാതി വിരോധം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്ന തരത്തിൽ സംസാരിക്കരുത് ദയവ് ചെയ്ത്. അങ്ങനെ ഒരു കണ്ടീഷൻ അല്ല ഇപ്പോൾ ഉള്ളതാണ്. നമ്മൾ ഈ റിസർവേഷൻ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? പണ്ട് കൊണ്ടുവന്ന കാര്യമാണ്. അതായത് തൊഴിലിടങ്ങളിൽ പുരുഷന്മാർക്ക് പ്രാതിനിധ്യം കൂടുന്നു. അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ റിസർവേഷൻ അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് എന്താ പറയാനാണ്, അവർക്ക് വേണ്ടി സ്ലോട്ട് കൊണ്ടുവരുന്നത് തന്നെ നേരത്തെ ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ പണ്ട് മുതലേ, അതായത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. അവിടെ ഈ വരേണി വിഭാഗം, അങ്ങനെ ഒരു വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് മാത്രമേ ജോലി. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേക റിസർവേഷൻ കൊണ്ടുപോകുന്നത്. അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ഒരു രംഗത്തേക്ക് കുറച്ചുകൂടി കടന്നു വരാൻ വേണ്ടി ഒരു വാതിൽ എന്ന രീതിയിൽ തുറന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ സാധാരണമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്കിൽ അടിസ്ഥാനത്തിലാണ്, ഇപ്പോൾ സ്കിൽ മെറിറ്റും അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ എടുക്കുന്നത്. അവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അങ്ങനെ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടരുന്നു. ഇപ്പോൾ അത് ഇൻബാലൻസ്ഡ് ആയി വീണ്ടും വരികയാണ്. അത് കാരണം എന്താണ്? ഇപ്പോൾ അധികമായിട്ട് ഇവർ എന്താ പറയുക ഇത്തരത്തിൽ വാദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ല, ഇവിടെ നമ്മൾ റോഡിൽ ഇറങ്ങുമെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആക്സിഡന്റ്, ഒരു സ്ത്രീയാണ് ഇപ്പൊ അതിനകത്ത് ഉൾപ്പെട്ടത്, അവരുടെ ഭാഗത്തു നിന്നാണ് തെറ്റുണ്ടായത്. ഇപ്പോൾ അവർ ക്രോസ് ചെയ്യുകയാണ്, നമ്മൾ സ്ലോ ആയിട്ട് വരികയാണ്, അവർ
പിന്നുമിൽ നോക്കാതെ കയറി വന്ന് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പുരുഷന്റെ ഭാഗത്ത് തെറ്റുള്ളൂ. വാദിക്കാൻ എല്ലാവരും ഉണ്ട്. ഇവിടെ ഒരു പുരുഷപക്ഷവാദിയായിട്ട് ഞാൻ പറയുന്നതല്ല, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ഇപ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും പുരുഷനായിരിക്കും ഒറ്റപ്പെടുത്താൻ പോകുന്നത്. ജോലി സ്ഥലത്ത് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിറങ്ങി ഓടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നത് ചിലപ്പോൾ പേഴ്സണൽ കാര്യം, അപ്പൊ അവിടെയുള്ള പുരുഷനെ ആയിരിക്കും അവർ കുറ്റപ്പെടുത്തുന്നത്, അയാൾ പറഞ്ഞിട്ടായിരിക്കുന്നത്. ആ സ്ത്രീ എങ്ങാനും അത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ പുറം ലോകം കാണാതെ അകത്ത് കിടക്കേണ്ട അവസ്ഥ വരും, അയാളുടെ വരുമാനം മുട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ വിവാഹ ജീവിതത്തിൽ നോക്കുക. ഡിവോഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ പറയുകയാണ് എന്നെ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി, ഇപ്പോൾ അവർ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് എന്തെങ്കിലും വൈരാഗ്യം കൊണ്ട് പറയുകയായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിന് പുറത്തായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അവിടെയും പുരുഷനെതിരെ ഇത് വിധി വരുകയുള്ളൂ. മാത്രമല്ല അതിനും പുറമെ ആയിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും മാസം വരുമാനം പുരുഷൻ കൊടുക്കണം അങ്ങോട്ട് ചെലവിന് വേണ്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇംബാലൻസ്ഡ് ആണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത്തരത്തിലുള്ള ആളുകളാണ് ഉപയോഗിച്ച് വീണ്ടും ഇതിനെ കോമൺ ആക്കി അതിന് ആളുകളുടെ ഇടയിൽ തന്നെ സംസാര വിഷയമാക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രവൃത്തിയോടുകൂടി തന്നെ ഇപ്പോൾ ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഇപ്പോൾ കോമൺ ആയിട്ട് ഏകദേശം ഭൂരിപക്ഷം ആളുകളും ഇതിനകത്ത് എന്താ പറയുക, സ്ത്രീയായാലും പുരുഷനായാലും തെറ്റായിട്ട് കണക്കാക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതെന്തായാലും നമ്മളെ സംബന്ധിച്ച് എന്തായാലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടി തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്.